ഗ്യാപ്പില്ല, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ സേനാപതി വേണു, നോക്കൂ, വിസ്മയം ഉണ്ടാകുമെന്ന് പറഞ്ഞത് നിങ്ങളാണ്, പക്ഷേ വിസ്മയം ഇപ്പോൾ NDAയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താ, മൊത്തം പണി പാളിയതാണോ? അല്ല, ഇവിടെ ഇപ്പോ സാബു ജേക്കബിനും അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന സംഘടനയ്ക്കും അവർക്ക് ഏത് തീരുമാനം വേണമെങ്കിലും എടുക്കാം. ആ തീരുമാനം എടുക്കുന്നതിനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അവർക്കുണ്ട്. പക്ഷേ സാബു ജേക്കബ് പോയി ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാൻ ആഗ്രഹിച്ച ഒരു ചോദ്യം, കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അവരുടെ പ്രചരണം ഞങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും എതിരെ, അതായത് ഒരു അരാഷ്ട്രീയവാദം. ഇപ്പോൾ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 30 ദിവസമാണ് കഴിഞ്ഞിട്ടുള്ളത്, അല്ലെ 35 ദിവസം. ഈ 35 ദിവസം കൊണ്ട് BJPയിൽ അല്ലെങ്കിൽ NDA പ്രതിദാനം ചെയ്യുന്ന അവരുടെ നയത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്? സാബു ജേക്കബിന്റെ മുൻകാല നയങ്ങളിൽ നിന്ന് എന്ത് മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്? അതാണ് നാട്ടിലെ ജനങ്ങളോട്. സേനാപതി വേണു, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് മുന്നണി മാറ്റം സംബന്ധിച്ചുള്ള ചർച്ചകൾ നടന്നതെന്ന് അദ്ദേഹം പറയുന്നു. ആ ചർച്ചകളിൽ UDF അദ്ദേഹത്തെ സമീപിച്ചിരുന്നു എന്നതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. എല്ലാവരും സമീപിച്ചിരുന്നു എന്ന്, UDF പ്രത്യേകിച്ച് അദ്ദേഹം പറഞ്ഞുവല്ലോ. എന്റെ ചോദ്യവും അതായിരുന്നല്ലോ. നോക്കൂ, അപ്പോൾ നിങ്ങൾക്കിതൊന്നും ബാധകമായിരുന്നില്ലേ? ഇവിടെ ഇപ്പോൾ അരുൺകുമാർ അത് അദ്ദേഹത്തിന് എന്തും പറയാമെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ തള്ളിക്കളയാൻ പറ്റുമോ? കാരണം നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അവിടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് പല വിസ്മയങ്ങളും കാണാമെന്നാണ്. അപ്പോൾ സ്വാഭാവികമായും ഇത്തരം വിസ്മയങ്ങൾ കാണിക്കുമെന്ന് നിങ്ങൾ തന്നെ അവകാശപ്പെട്ടിരുന്നതാണ്. അപ്പോൾ സാബു ജേക്കബിനെ അവിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ. അല്ല, ഞങ്ങൾ സാബു ജേക്കബ് ഞങ്ങളുടെ കൂടെ വന്ന് വിസ്മയം കാണിക്കുമെന്ന് ഒരിടത്തും പ്രതിപക്ഷ നേതാവ്. ജോസ് കെ മാണിയാണെന്ന് ചോദിക്കുമ്പോൾ അവരുടെ പേര് പറഞ്ഞില്ലല്ലോ എന്ന് പറയും. സാബു ജേക്കബ് ആണോ എന്ന് ചോദിക്കുമ്പോൾ പറയും അവരുടെ പേര് പറഞ്ഞില്ലല്ലോ എന്ന് പറയും. കേരളത്തിന് ഉള്ളിലുള്ള രാഷ്ട്രീയ പാർട്ടികളെ കൊണ്ടുവരാൻ തന്നെയല്ലേ നിങ്ങൾ വിസ്മയം എന്ന വാക്ക് ഉപയോഗിച്ചത്? അല്ല, ഈ കേരളത്തിനുള്ളിലുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ കേരള കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയും രാഷ്ട്രീയമില്ലാത്ത 2020യും അല്ലാതെ CPI ആണോ ഉദ്ദേശിച്ചത്? ഇനിയും വേറെ സംഘടനകളും വ്യക്തികളും ഒക്കെ ഉണ്ടല്ലോ. അതിന് ഇനി സമയമായിട്ടില്ലല്ലോ. അല്ല, എന്തായാലും കേരളത്തിനുള്ളിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ നിൽക്കുന്നവരെയല്ലേ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. അല്ലാണ്ട് അത്തമാല ചോദിച്ച പോലെ CPM വരുന്നു എന്ന് ചോദിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞത് സാബു ജേക്കബ് ഞങ്ങളുടെ കൂടെ വന്ന് ഒരു വിസ്മയവും സൃഷ്ടിക്കുമെന്ന് പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നോ ആരും പറഞ്ഞിട്ടില്ല. സാബു ജേക്കബിന്റെ സ്വതന്ത്രമായ നിലപാടുകൾ സ്വീകരിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവുമുണ്ട്. ഞങ്ങൾ സാബു ജേക്കബ് ഇല്ലാതെയും എറണാകുളം ജില്ലയിൽ ഞങ്ങൾ വലിയ മുന്നേറ്റം കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നടത്തിയിട്ടുള്ളതല്ലേ. ആ മുന്നേറ്റങ്ങളും സാബു ജേക്കബ് പറഞ്ഞപ്പോൾ താങ്കൾ പ്രതികരിച്ചില്ല. ഇപ്പോഴും താങ്കൾ അവരെ ഒപ്പം നിർത്താൻ ക്ഷണിച്ചോ, അതിനുള്ള ശ്രമം നടന്നോ ഇല്ലയോ എന്നുള്ളത് താങ്കൾ നിഷേധിക്കുന്നില്ലല്ലോ. അല്ല, ഞാൻ സാബു ജേക്കബ് ചർച്ചയിലുണ്ടെങ്കിൽ സാബു ജേക്കബിനോട് നേരിട്ട് ചോദിക്കാനായിട്ടിരുന്നതാണ്. സാബു ജേക്കബ് എന്നാണ് പ്രതിപക്ഷ നേതാവ് താങ്കളുടെ വീട്ടിലോ അല്ലെങ്കിൽ താങ്കൾ പ്രതിദാനം ചെയ്യുന്ന സംഘടനയുടെ ഓഫീസിലോ വന്ന് നിങ്ങളുമായിട്ട് ചർച്ച നടത്തിയത്? അല്ല, അത് അദ്ദേഹം പറയണമല്ലോ. അദ്ദേഹമല്ലേ പറയേണ്ടത്. ഞങ്ങളോട് പ്രതിപക്ഷ നേതാവ് ഇന്ന ദിവസം ഇന്നടത്ത് വെച്ച് ചർച്ചയ്ക്ക് ഞങ്ങൾ പറഞ്ഞിരുന്നു, ഞങ്ങൾ സ്വീകാര്യമല്ല. പ്രതിപക്ഷ നേതാവ് നേരിട്ടായിരിക്കുമോ ചർച്ചകൾ നടത്തുക? ശ്രീ സേനാപതി വേണു, എങ്ങനെ പ്രതിപക്ഷ നേതാവ് നേരിട്ട് തന്നെ ചർച്ചകൾ നടത്തണമെന്നില്ലല്ലോ. അല്ല, ഞാൻ അത് തന്നെയല്ലേ ചോദിച്ച. സാബു ജേക്കബ് ഇവിടെ വന്ന് അന്തരീക്ഷത്തിലേക്ക് ഒരു വെടി പൊട്ടിച്ചിട്ട് പോയി. അപ്പൊ അങ്ങൊരു ചോദ്യം ചോദിച്ചു, കോൺഗ്രസ് ബന്ധപ്പെട്ടിരുന്നോ? അപ്പോ അദ്ദേഹം എന്താ പറഞ്ഞ, മൊത്തത്തിലായിട്ട് പല സംഘടനകളും ബന്ധപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം പറയട്ടെ, ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത് വെച്ച് കോൺഗ്രസിന്റെ പ്രതിനിധി അല്ലെങ്കിൽ UDFന്റെ പ്രതിനിധിയായിട്ട് ഞങ്ങൾ ചർച്ച നടത്തിയിരുന്നു, ഞങ്ങൾ ആ കാര്യം നിഷേധിച്ചിരുന്നു എന്നുള്ളത്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം സാബു ജേക്കബിന് ഇപ്പം NDAയിലോ ഏത് മുന്നണിയിൽ വേണമെങ്കിലും ചേരാം. ഇപ്പൊ NDA ഇവിടെ ജിതിൻ ഒക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ എന്തോ ഭയങ്കര സംഭവമായി കേരളത്തിൽ മാറി എന്നുള്ളതാണ്. ജിതിനെ കേരളത്തിലെ 958 ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 26 ഇല്ല. നിങ്ങൾക്ക് പെർസെന്റേജ് കൂട്ട്. നിങ്ങൾ തിരുവനന്തപുരം ഒരു കോർപ്പറേഷൻ പിടിച്ചു എന്നൊക്കെ നിങ്ങൾ മേനി നടിക്കുമ്പോൾ കേരളത്തിലെ മൊത്തത്തിലുള്ള വോട്ടിംഗ് ഷെയർ 19% നിന്ന് 14 കുറഞ്ഞു. അതാണ് നിങ്ങളുടെ സ്ഥിതിവിശേഷം. അപ്പൊ നിങ്ങളിപ്പോ ഇങ്ങനെ പരാക്രമപ്പെട്ട് എന്താ പറഞ്ഞേ, ഇടുക്കിയിൽ നിന്ന് രാജേന്ദ്രനെ ചേർക്കുന്നു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടിയിൽ നിന്നുള്ള ആളുകളെയൊക്കെ ചേർക്കുന്നു. നിങ്ങൾ പാർട്ടിയിൽ നിന്ന് ആളുകളെയൊക്കെ ചേർത്തോ, ഞങ്ങൾക്ക് അതിൽ വിരോധമില്ല. നിങ്ങൾ സാബുവിനെയും കൂടെ കുട്ടിക്കോ വിരോധമില്ല. പക്ഷെ ഞങ്ങൾ പറയുന്നു, സാബു ജേക്കബ് ഉയർത്തിയ എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും, അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും ഇല്ലെങ്കിൽ അതിനുശേഷം നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ്, ബെന്നി ബെഹനാനെ തോൽപ്പിക്കാനായിരുന്നല്ലോ ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. ബെന്നി ബെഹനാൻ ലക്ഷങ്ങളുടെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് കുന്നത്തുനാട് അസംബ്ലി മണ്ഡലത്തിലും ആയിരക്കണക്കിന് വോട്ടുകൾ, ഞാൻ മനസ്സിലാക്കുന്നതിന്റെ 8000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം അവിടെ മാത്രം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഇപ്പൊ ജിതിൻ ചോദിച്ചു, നോഹയുടെ പെട്ടകം മാറി. ജിതിനെ, അപ്പൊ നിങ്ങളുടെ പാർട്ടി അവിടെ ഇല്ലായിരുന്നോ? ഞങ്ങൾ നോഹയുടെ പെട്ടകത്തിൽ എല്ലാവരും കൂടെ കൂടി, അപ്പുറത്ത് സാബു ജേക്കബ് നിന്നു. ഈ അവസരം മുതലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് അവിടെ ഒരു 3-4 പഞ്ചായത്ത് പിടിച്ചെടുക്കാൻ പറ്റുമായിരുന്നില്ലേ? അപ്പോ ഞാനും മുതലേച്ചനും കൂടെ കൂടി കാളയെ പിടിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ നിങ്ങൾ സാബു ജേക്കബിന്റെ ഒരു ബലത്തിൽ എറണാകുളത്ത് എന്തോ
അത്ഭുതങ്ങളൊക്കെ സംഭവിപ്പിക്കാമെന്ന് ശരി. നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു, രാഷ്ട്രീയത്തിൽ 2 4 അല്ല. സാബു ജേക്കബിനൊപ്പം നിൽക്കുന്ന ആ രാഷ്ട്രീയ വോട്ട് ബാങ്ക്, അതിന്റെ ഡെമോഗ്രഫി പരിശോധിച്ചു ശരി. കഴിഞ്ഞാൽ അവർ NDAയിൽ ചേരുമ്പോൾ, ഒരു വാക്കുകൂടി ഞാൻ പറഞ്ഞോട്ടെ, അവർ NDAയിൽ ചേരുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ആളുകളൊന്നും അങ്ങോട്ട് വരത്തില്ല. അത് വരും ദിവസങ്ങളിൽ നമുക്ക് പ്രകടമാകും. ശരി, പിന്നെ ആരെയൊക്കെ സാബു ജേക്കബിനൊപ്പം കൂട്ടാൻ പറ്റും എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം തന്നെ എന്തായാലും 95% എന്നതാണ് പറഞ്ഞു വരുന്നത്. ചില നഷ്ടങ്ങൾ സംഭവിക്കുമെന്ന സൂചന അദ്ദേഹം തന്നെ നൽകുന്ന ഒരു സാഹചര്യമുണ്ട്. ശ്രീ മോഹൻ വർഗീസ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.